ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഐവിൻ എന്ന ചെറുപ്പക്കാരനെ കാറിടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷം. നെടുമ്പാശ്ശേരിയിലെ CISF ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമറിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായിട്ടാണ് സംഘർഷമുണ്ടായത്. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തമാക്കിയത്. CISF ആസ്ഥാനത്ത് നിന്ന് ചില ഉദ്യോഗസ്ഥർ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതും പ്രകോപനത്തിന് കാരണമായി. കൊടും ക്രിമിനലുകളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് PH അസ്ലം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലിൻഡോ പി ആൻഡു, അബ്ദുൾ റഷീദ്, അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ, ടിനു മോബിൻസ്, അങ്കമാലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആന്റു മാവേലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CY ഷാബോർ, ജീമോൻ കയ്യാല, സെബാസ്റ്റ്യൻ പോൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിനാസ് ജബ്ബാർ, അബിൻ ഡേവിസ് തുടങ്ങി നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥർ നമ്മുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥർ ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അമ്മയും അച്ഛനും പറയുന്ന വാക്കുകൾ ഞങ്ങൾ കേട്ടു. ഇനി എന്റെ മകന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവന്റെ കൈയും കാലും നിങ്ങൾക്ക് തല്ലിയൊടിക്കാമായിരുന്നു. അവന്റെ ജീവൻ എന്തിനാണ് എടുത്തു? 24 വയസ്സുള്ള എന്റെ മകന്റെ ജീവൻ എന്തിനാണ് എടുത്തത് എന്നുള്ള തരത്തിലാണ് ആ പാവപ്പെട്ട ഐവിന്റെ അച്ഛനും അമ്മയും ഇന്നലെ സംസാരിച്ചത്. അങ്ങനെ വളരെ മനുഷ്യത്വരഹിതമായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് CISF ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരം കൊണ്ട് ഇവിടെ ഇത് അവസാനിക്കുകയല്ല. കാരണം ഈ ഒരു ചെറുപ്പക്കാരനും ഇത്തരത്തിലുള്ള ഗതി ഇവിടെ വരാൻ പാടില്ല. അതുപോലെ തന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെ മെക്കട്ടേക്കും കയറുന്ന അവസ്ഥയിലേക്ക് CISF ഉദ്യോഗസ്ഥർ മാറുകയാണെങ്കിൽ, നിങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി. ഇന്നലെ അവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പൊന്നി IPS എന്ന് പറയുന്ന അവരുടെ മേലുദ്യോഗസ്ഥ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, അന്വേഷണ വിധേയമായി സസ്പെൻഷൻ മാത്രമല്ല, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനടക്കമുള്ള നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അവരുടെ മേലധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കാലടി.